ഇന്ന് ഞാൻ പോകുന്നത് പത്തനംതിട്ടയുടെ ഒരു മലയോര പ്രദേശമായ ചെങ്ങറ. ചെങ്ങറ എന്ന് പറഞ്ഞാൽ ചിലർക്കറിയത്തില്ല. എന്നാൽ പണ്ട് ചെങ്ങറ ഭൂസമരം നടന്ന ഒരു സ്ഥലം, അവിടെയാണ് പോകുന്നത്. അവിടെ നല്ല അതിമനോഹരമായ വെള്ളച്ചാട്ടമുണ്ട്. പോകുന്ന വഴിക്ക് കൺകുളിരെ കാഴ്ചകൾ. ഇതൊരു റബ്ബർ എസ്റ്റേറ്റും കൈതകൃഷി എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. പോകുന്ന വഴിക്ക് തന്നെ ഒട്ടനവധി ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും എല്ലാം ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് ചെങ്ങറ ഈ എസ്റ്റേറ്റിൻ്റെ അകത്തുകൂടെ. ഇത് പത്തനംതിട്ടയിൽ നിന്ന് മലയാലപ്പുഴ വഴി ഇവിടേക്ക് വരാം. കോന്നിയിൽ നിന്ന് അട്ടച്ചാക്കൽ വഴി ചെങ്ങറ വഴി ഈ വെള്ളച്ചാട്ടം സ്ഥലത്തേക്ക് വരാം. ഇത് റബ്ബറെല്ലാം എടുത്ത് കറ ശേഖരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറ്റി വിടുന്ന കമ്പനിയുടെ ഫാക്ടറിയാണ്. ഇതെല്ലാം കൊക്കോ കൃഷികളാണ്. ഇപ്പോൾ റബ്ബറിന് ഉള്ള പേരേ ഉള്ളൂ, കൂടുതലും കൈതയാണ്. ഇതുവഴിയുള്ള യാത്ര കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച സമ്മാനിക്കുന്ന ഇടങ്ങളാണ്. രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതുവഴി പന്നിയും മ്ലാവും ഒക്കെ ഉള്ളതാണ്. ഇത് എസ്റ്റേറ്റിൻ്റെ അകത്തുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ ജോലിക്കാർ ഭൂരിപക്ഷവും തമിഴ്നാട്ടുകാരായിരുന്നു. അവർ പണി കഴിപ്പിച്ച ഒരു അമ്മൻ കോവിലാണിത്. ഇപ്പോൾ തമിഴ്നാട്ടുകാരെല്ലാം തീരെ കുറവാണ്. ഇപ്പോൾ ക്ഷേത്രത്തിൽ വലിയ ആളും പേരും തിരക്കുകളും ഒന്നുമില്ല. പണ്ടൊക്കെ ഭയങ്കര ഉത്സവവും കാര്യങ്ങളും ഒക്കെ നടന്ന ഒരു ക്ഷേത്രമായിരുന്നു. നമ്മൾ വരുമ്പോൾ ഈ ക്ഷേത്രം ഒരു അടയാളമാണ്. ഈ ക്ഷേത്രം കഴിഞ്ഞൊരു 100 മീറ്റർ വേണ്ട, ഇവിടുന്ന് ഇടത്തോട്ട് തിരിയണം. അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡും ഉണ്ട്. ഇവിടുന്നോട്ട് റോഡ് വളരെ മോശമാണ്. 2 വീലറും പിന്നെ അടിഭാഗം ഇടിക്കാത്ത ഹൈറ്റുള്ള ഏതെങ്കിലും വണ്ടികളെ ഈ റൂട്ടിൽ പറ്റൂ. ഇതൊക്കെ ഇവിടുത്തെയൊക്കെ ഓട്ടോറിക്ഷകളാണ്. അവർക്കൊരു ഓട്ടം വന്നാൽ പോയാലല്ല പറ്റൂ. ഇവിടെയൊക്കെ എസ്റ്റേറ്റിലെ ജോലിക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ലയങ്ങൾ. ഈ 2 സൈഡും കൈതകൃഷിയാണ്. റോഡ് കണ്ടോ, ശോചനീയാവസ്ഥയാണ്. ഇനിയും താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ശോചനീയ അവസ്ഥയാകും. മൺറോഡാണ്. അങ്ങനെ വാഹനമായിട്ട് വരുന്നവർ അത് ശ്രദ്ധിക്കണം. ഇതെല്ലാം നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ്. ഇതേണ്ടേ മൺറോഡ്. നമ്മൾ ആ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴികളുണ്ട്. ഇവിടുന്ന് ഇടത്തോട്ട് തിരിയുക. ഇടത്തോട്ട് തിരിഞ്ഞാൽ നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടോട്ടാണ്. അവിടെ നിന്നും തിരിയാനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു പാലമുണ്ട്, അതൊരു അടയാളമാണ്. ഇത് റോഡ് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്തേക്കുന്നത്. ഇതെല്ലാം നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ്. അങ്ങനെ ഒട്ടനവധി വെള്ളച്ചാട്ടങ്ങൾ പോകുന്ന വഴിയിൽ തന്നെ ഉണ്ട്. ഇത് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി അതിമനോഹരമാണ് നമ്മൾ വന്ന് നേരിട്ട് കാണുന്നത്. പിന്നെ റോഡ് അതൊരു പ്രശ്നം തന്നെയാണ്. ഇത് കിലോമീറ്റർ കണക്കിന് കൈത ഇങ്ങനെ കൃഷി ചെയ്തിട്ടേക്കുക. നമ്മൾ ആ മുകളിൽ നിന്ന് ഇറങ്ങുന്ന അവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ബൈക്കിന് പോയപ്പോൾ തന്നെ ഒരു 4 കിലോമീറ്ററിന് പുറത്തുണ്ട്. ഇതെല്ലാം നമ്മൾ വാഹനത്തെ വരുമ്പോൾ കാണുന്ന വെള്ളച്ചാട്ടങ്ങളാണ്. ഇങ്ങനെ
കിടക്കുക കണ്ണെത്താ ദൂരത്ത്. കംപ്ലീറ്റ് കൈതയാണ്. ഈ കൈത എന്ന് പറഞ്ഞാൽ 2-3 വർഷത്തേക്കേ കാണത്തുള്ളൂ. ഇതിൻ്റെ ഇടയിൽ റബ്ബർ നട്ടിട്ടുണ്ട്. റബ്ബർ ഒരുമാതിരി ഹൈറ്റായി കഴിയുമ്പോഴത്തേക്ക് ഈ കൈത കൃഷി നിർത്തും. പിന്നെ അടുത്ത റബ്ബർ മുറിച്ച് അപ്പോഴത്തേക്ക് മാറ്റും. കൃഷി വന്ന് അപ്പോഴത്തേക്ക് അപ്പുറത്തോട്ടാക്കും. ഇപ്പം തോരാതെ മഴ പെയ്യുന്നതുകൊണ്ട് ഈ ഭാഗത്ത് തീരെ ആൾ കുറവാണ്. അല്ലെങ്കിൽ ഈ വെള്ളച്ചാട്ടം കാണാനും ഇവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകൾ കാണാനും നിരവധി ആൾക്കാർ ഇവിടെ എല്ലാം കാണും. ഈ ഭാഗത്തെല്ലാം വേണമുണ്ടോ. ഇപ്പം തന്നെ എത്ര വെള്ളച്ചാട്ടം നമ്മൾ കണ്ടു. ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങൾ, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇതേണ്ട ഈ പാലമാണ് കയറി നമ്മൾ തിരിയേണ്ടത്. ഇറങ്ങി വന്ന് അവിടുന്ന് ഇടത്ത് തിരിഞ്ഞ് വരുമ്പോൾ ഈ കൊച്ചൊരു പാലം കാണും. ആ പാലത്തുനിന്ന് വലത്തോട്ട് തിരിയണം. വലത്തോട്ട് തിരിഞ്ഞ് നേരെ ചെല്ലുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്തോട്ടാണ്. അതൊരു നദിയാണ് അത് ഒഴുകുന്നത്. ഇതെല്ലാം നമ്മൾ പോകുന്ന വഴി തീരെ ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ്. കംപ്ലീറ്റ് കൈത അതാണ്ട് കണ്ടോ, കണ്ണെത്താ ദൂരത്ത് കിടക്കുക. ഇതിപ്പം ഒരു വെള്ളച്ചാട്ടം ഞാൻ കാണിക്കുന്നതിന് മുമ്പായിട്ടുള്ളൊരു ചെറുവെള്ളച്ചാട്ടമാണ് ഇപ്പോൾ കണ്ടത്. മനോഹരമായ കാഴ്ചകൾ. ഇങ്ങോട്ട് കോന്നിയിൽ വന്ന് ചെങ്ങറ ഭൂസമരം നടന്ന ആ വഴിയിൽ കൂടി കയറി വരാം എന്ന് പറഞ്ഞായിരുന്നു. ആ വഴി എനിക്കറിയത്തില്ല. നല്ല രസമാണ് കണ്ണിന് കാഴ്ച, നല്ല കാഴ്ചയാണ്. ഇതെല്ലാം നമ്മൾ വരുന്ന വഴിയിലൊക്കെ എല്ലാം കാണുന്ന വെള്ളച്ചാട്ടങ്ങളാണ്. മൺറോഡാണ്. ഇതാണ് ഒരു വെള്ളച്ചാട്ടം. ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുമായിട്ട് വരുന്നവരെല്ലാം ഇവിടെ ഇറങ്ങുന്നത്. ഒരു 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സൊക്കെ ഉള്ള കുട്ടികളുമായിട്ട് വരുന്നവർ ഇവിടെ ഇറങ്ങത്തുള്ളൂ. ഇതിൽ നിന്നും വലിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അത് ഇതിനെ പുറകെ കാണിക്കാം. ഇവിടെ ഈ ചെങ്ങറ വന്നിട്ട് ഈ വെള്ളച്ചാട്ടം ചോദിച്ചാൽ മതി. ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പലരോടും ചോദിച്ചു. ആർക്കും ഇവിടെ അങ്ങനെ ഒരു സ്ഥലപ്പേരായിട്ട് അറിയില്ല എന്ന് പറഞ്ഞു. ഇത് മൊത്തത്തിൽ അന്നേരം ഈ ചെങ്ങറ ഒരു എസ്റ്റേറ്റ് ആയതുകൊണ്ട് ചെങ്ങറ എസ്റ്റേറ്റ് എന്നുള്ളൊരു നിലയിലായിരിക്കാം. ഈ ഭാഗത്തുള്ളവരോട് തന്നെയാണ് ഞാൻ ചോദിച്ചത്, ചേട്ടാ ഈ സ്ഥലത്തിൻ്റെ പേരെന്തുവാ ഈ വെള്ളച്ചാട്ടം നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അന്നേരം പറഞ്ഞാൽ അങ്ങനെ ഒരു പേരായിട്ട് പറയുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിർത്താതെ മഴ പെയ്യുന്നതുകൊണ്ട് വെളിയിൽ നിന്നും ആരും ഇവിടെ കാഴ്ചക്കാർ വന്നിട്ടില്ല. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് പിള്ളേർ സെറ്റ് ബൈക്കിലൊക്കെ വന്നു. അവരൊന്നും വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. ഞാൻ വീഡിയോ എടുക്കാൻ വന്നതുപോലെ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് അവർ അന്നേരം തന്നെ മടങ്ങുകയും ചെയ്തു. ഇത് നല്ല കണ്ണിന് കുളിർമയേകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇത്. അവിടെ തന്നെ കുട്ടികൾക്കൊക്കെ കുളിക്കാൻ ചെറുതല്ല, ഒരു 3 അടി 2 അടി 3 അടി പൊക്കത്തിന് വരും. കുഴിയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ കാണാൻ വരുന്ന മെയിനായിട്ടുള്ള വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുന്ന വഴിയായത്. ഇതുവഴി ഇങ്ങനെ വേണം ഇറങ്ങി താഴേക്ക് പോകാൻ. ഇതിപ്പോൾ ആരും വരാത്തതുകൊണ്ടാണ് അവിടെയൊക്കെ കാട് കയറി കിടക്കുന്നത്. എല്ലാം അവിടെ എല്ലാം കാടെല്ലാം തെളിഞ്ഞ് നല്ല വൃത്തിയായിട്ട് കിടക്കും. കാര്യം തോരാ മഴയാണ്.
ഇപ്പോൾ കുട്ടികളുമായിട്ട് ഈ വെള്ളത്തിൽ ഒന്നും വരരുത്, നല്ല ഒഴുക്കുണ്ട്. ഞാൻ തന്നെ വെള്ളത്തിൻ്റെ ഒരു 1 മീറ്ററോളം ഇറങ്ങി ഇന്ന് സൈഡ് നിന്നെടുത്ത വീഡിയോസാണ് ഇത്. ശകലോടെ മാറിക്കഴിഞ്ഞാൽ നല്ല ഒഴുക്കാണ്. ഒന്ന് വിളിച്ച് കൂവിയാൽ തന്നെ അവിടെ ഒരു മനുഷ്യന്മാരും ഇല്ലാൻ താനും. പിന്നെ ടൂറിസ്റ്റുകളാരും ഇങ്ങനത്തെ മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് വരുന്നതുമില്ല. അതുകൊണ്ട് വരുന്നവർ പരമാവധി ശ്രദ്ധിക്കുക. എന്നാൽ ഇതാണ് ചെങ്ങറയിലെ വെള്ളച്ചാട്ടം. അതിമനോഹരമായൊരു വെള്ളച്ചാട്ടം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് കൂടെ തന്ന് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഞാൻ കൊച്ചൊരു വ്ളോഗറാണ്. മുമ്പ് ഞാൻ കാണിച്ച ആ നദിയിലേക്കാണ് ഈ വെള്ളച്ചാട്ടം ചെന്ന് ഇറങ്ങുന്നത്.